all, welcome back to our channel. അപ്പോൾ നമ്മൾ ആൻജിയോസ്പേം ടാക്സോണമി, ആൻജിയോസ്പേം മോർഫോളജി ആൻഡ് പ്ലാൻ സിസ്റ്റമാറ്റിക്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ടൈപ്പിഫിക്കേഷൻ ചോദിക്കാം, 5 മാർക്കിന് ടൈപ്പിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാരാടൈപ്പും ഐസോടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഹോളോടൈപ്പും സിൻടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടൈപ്പിഫിക്കേഷൻ എന്ന് നോക്കാം. ടൈപ്പിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സോണമിയിൽ ടൈപ്പിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിമെനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെസിമെൻസിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഒരു പർട്ടിക്കുലർ സ്പെസിമെനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്പെസിമെൻസിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ടൈപ്പിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഒഫീഷ്യലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്പീഷീസിന് അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ടാക്സോണമിക് യൂണിറ്റ്, അതായത് ജീനസ് അല്ലെങ്കിൽ ഫാമിലി, അതിനൊക്കെ ഒഫീഷ്യലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെസിമെനെ, ഒരു പർട്ടിക്കുലർ സ്പെസിമെനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്പെസിമെനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ടൈപ്പിഫിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ നോമൻക്ലേച്ചർ ടൈപ്പ് ഉണ്ട്. ഈ നോമൻക്ലേച്ചർ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒറിജിനൽ ഓതർ ഈ നോമൻക്ലേച്ചർ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സ്പെസിമെനെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുന്നത്. ആ ഒരു ഒറിജിനൽ ഓതർ ഡിസ്ക്രിപ്ഷൻ നടത്തുന്നത് എന്തിലാണ്, ഈ ഒരു നോമൻക്ലേച്ചർ ടൈപ്പിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസ്ക്രിപ്ഷൻ നടത്തുന്നത്. ഒരു പ്ലാൻ സ്പെസിമെന്, ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. ആ ഒരു നോമൻക്ലേച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഒന്നെങ്കിൽ അതൊരു ആ സ്പെസിമെൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കാം ഹെർബേറിയം ഷീറ്റ്സ് ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ഡ്രോയിങ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ഫോട്ടോഗ്രാഫ്സ്, ആ ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കാം. അതൊക്കെയാണ് നമ്മൾ നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്ലാന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു പുതിയൊരു സ്പീഷീസ് ഉണ്ടാകുമ്പം ആ ഒരു സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു നോമൻക്ലേച്ചർ ടൈപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഓതർ എന്ത് ചെയ്യണം, ആ ടൈപ്പ് സ്പെസിമെൻ ഏതാണെന്ന് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്, പല ടൈപ്പുകൾ വരുന്നുണ്ട്. ഹോളോ ടൈപ്പ്, ഐസോ ടൈപ്പ്, പാരാ ടൈപ്പ്, ലെക്ടോ ടൈപ്പ്. അതുകൂടാതെയും കുറച്ച് ടൈപ്പുകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സിലബസിൽ ഹോളോ ടൈപ്പും സിൻ ടൈപ്പും ഐസോ ടൈപ്പും പാരാ ടൈപ്പും ലെക്ടോ ടൈപ്പും ആണ് നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഹോളോ ടൈപ്പ് നോക്കുക. ഹോളോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനൽ ഓതർ ഏത് സ്പെസിമെനെയാണോ നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹോളോ ടൈപ്പ് എന്ന് പറയാം. അതായത് ഒരു കളക്ഷൻ്റെ സമയത്ത്, ഇപ്പോൾ നമ്മൾ പ്ലാന്റ് കളക്ഷന് പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്പെസിമെൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ഒരെണ്ണം ഒറിജിനൽ ഓതർ എന്ത് ചെയ്യും, ഹോളോ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യും. ആ ഹോളോ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഇതിൻ്റെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ, ആ സ്പീഷീസിൻ്റെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഹോളോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓതർ നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്പെസിമെനാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിമെൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്പീഷീസിൻ്റെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് സ്പെസിമെനെ വെച്ചിട്ടാണ്. അതായത് ഈ ഒരു ഹോളോ ടൈപ്പിനെ വെച്ചിട്ടാണ് ആ ഒരു സ്പീഷീസിൻ്റെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. ഇത് ഒറിജിനൽ ഓതർ ഒരു സിംഗിൾ സാമ്പിളിന്, അതായത് ഒരേ സമയം കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സിംഗിൾ സാമ്പിളിന് ചൂസ് ചെയ്യുന്നതാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. ഒറിജിനൽ പബ്ലിക്കേഷൻ്റെ സമയത്ത് ഈ കളക്ട് ചെയ്ത സാമ്പിൾസിൽ നിന്ന് ഒരെണ്ണം ഒറിജിനൽ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യും. ആ ഒരു സ്പെസിമെനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സ്പീഷീസിൻ്റെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഹോളോ ടൈപ്പ്. ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത് ഓതർ നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്പെസിമെനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്പീഷീസിൻ്റെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് ആ ഒരു കളക്ട് ചെയ്തിട്ടുള്ളതിന് ഒരു സിംഗിൾ എണ്ണം ആ ഒരു ഒറിജിനൽ പബ്ലിക്കേഷൻ്റെ സമയത്ത് അതിന്ന് ഒരെണ്ണം ഹോളോ ടൈപ്പായിട്ട്
നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹോളോ ടൈപ്പ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ഐസോ ടൈപ്പ്. ഐസോ ടൈപ്പ് എന്ന് പറയുന്നത് ഹോളോ ടൈപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ത്, ഐസോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കളക്ഷൻ്റെ സമയത്ത്, ഒരു സിംഗിൾ ഗാദറിങ്ങിൻ്റെ സമയത്ത് ഒരേ പ്ലാന്റിൻ്റെ 4 സ്പെസിമെൻസ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് സെയിം ഫീൽഡ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. 4 ഹെർബേറിയം ഷീറ്റിൽ അതെന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള 4 ഹെർബേറിയം ഷീറ്റിൽ അത് പ്ലേസ് ചെയ്യുകയാണ്. അതിൽ ഒറിജിനൽ ഓതർ എന്ത് ചെയ്യും, അതിൽ ഒരെണ്ണത്തിന് ഹോളോ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യും. ബാക്കിയുള്ളത് എന്താണ്, ഐസോ ടൈപ്പാണ്. ബാക്കിയുള്ള 3 എന്താണ്, അതിൻ്റെ ഐസോ ടൈപ്പാണ്. അതായത് ഹോളോ ടൈപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. ഒരേ സമയത്ത് കളക്ട് ചെയ്തിട്ടുള്ള ഒരേ പ്ലാന്റിൻ്റെ 4 സ്പെസിമെൻ, ഫോർ എക്സാമ്പിൾ 4 സ്പെസിമെൻ ഒരു സെയിം ഫീൽഡ് നമ്പറിന് സെയിം ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു 4 സ്പെസിമെൻ 4 ഹെർബേറിയം ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അതിൽ ഒരെണ്ണത്തിന് ഓതർ എന്ത് ചെയ്യും, ആ പ്ലാന്റിൻ്റെ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഒരെണ്ണത്തിന് ഹോളോ ടൈപ്പായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ എന്താണ്, അതിൻ്റെ ഐസോ ടൈപ്പ് ആയിരിക്കും. അതാണ് അപ്പോൾ ഐസോ ടൈപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പാരാടൈപ്പാണ്. പാരാടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോളോ ടൈപ്പും ഐസോ ടൈപ്പും അല്ലാത്തതാണ് എന്ത്, പാരാടൈപ്പ് എന്ന് പറയുന്നത്. ഈ സ്പെസിമെൻ എന്ന് പറയുന്നത്, പാരാടൈപ്പ് എന്ന് പറയുന്ന ഒരു സ്പെസിമെനാണ്. ഹോളോ ടൈപ്പും ഐസോ ടൈപ്പും അല്ലാത്തൊരു ടൈപ്പ് സ്പെസിമെനാണ് എന്ത്, പാരാടൈപ്പ് എന്ന് പറയുന്നത്. ഒരു പുതിയ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഓതറിൻ്റെ കയ്യിലുള്ള ആ ഒരു സ്പെസിമെൻ, അതായത് ഹോളോ ടൈപ്പോ ഐസോ ടൈപ്പോ അല്ലാത്ത സ്പെസിമെനെയാണ് നമ്മൾ പാരാടൈപ്പ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഒരു ടാക്സോണിനെ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഒരു പ്ലാന്റ്, ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സീസണൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവും. അതായത് ഒരു സീസണിലായിരിക്കും അതിന് ഫ്രൂട്ടും ഫ്ലവറൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ എന്താണ്, ഈ ഫ്രൂട്ടും ഫ്ലവറും ഉണ്ടാവുന്നതിന് മുന്നേ ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ ഹെർബേറിയം ഷീറ്റ് അല്ലെങ്കിൽ സ്പെസിമെനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതിന് ശേഷം വീണ്ടും മറ്റൊരു സീസണിൽ നമ്മളിതിന് ഫ്ലവറും ഫ്രൂട്ടും ഒക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ കളക്ട് ചെയ്തിട്ട് ആ ഒരു സ്പെസിമെനെ പ്രിസർവ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ രണ്ട് കളക്ഷൻസ് ഉണ്ടാവും. അതായത് ഫ്ലവറും ഫ്രൂട്ടും ഉള്ള കളക്ഷനും ഉണ്ട്, ഫ്ലവറും ഫ്രൂട്ടും ഇല്ലാത്ത കളക്ഷനും ഉണ്ട് സെയിം പ്ലാന്റിൻ്റെ. ഇതിൽ ഓതർ എന്ത് ചെയ്യും, ഒരെണ്ണത്തിന് ഹോളോ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യും. ഇതിലുള്ള മറ്റേതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, പാരടൈപ്പ്. ഇപ്പോൾ ഫ്ലവർ ഉള്ളതിനെ നമ്മൾ ഓതർ ഹോളോ ടൈപ്പ് ആക്കി സെലക്ട് ചെയ്തു എന്നിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഉള്ള ആ ഒരു സ്പെസിമെൻ ഉണ്ടല്ലോ, ഫ്ലവറും ഫ്രൂട്ടും ഉള്ള സ്പെസിമെനെ ഓതർ എന്ത് ചെയ്യാണ്, ഹോളോ ടൈപ്പായിട്ട് പറയുകയാണോ അല്ലെങ്കിൽ നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവർ ഇല്ലാത്ത ടൈപ്പാണ് എന്ത്, അതിൻ്റെ പാരാടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഹോളോ ടൈപ്പും ഐസോ ടൈപ്പും അല്ലാത്ത ഒരു സ്പെസിമെനാണ് എന്ത്, പാരാടൈപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പുതിയൊരു സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓതറിൻ്റെ കയ്യിലുള്ള ആ ഒരു ഹോളോ ടൈപ്പും ഐസോ ടൈപ്പും അല്ലാത്തൊരു സ്പെസിമെനാണ് എന്ത്, പാരാടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ നമ്മളെന്താണ്, സീസൺ അനുസരിച്ച്, അതായത് ഫ്ലവറിങ് അല്ലാത്ത സമയത്ത് നമ്മൾ ആ ഒരു സ്പെസിമെൻ എടുക്കുന്നു, ഫ്ലവർ ചെയ്തതിന് ശേഷം അടുത്ത സീസണിലും നമ്മൾ ആ സ്പെസിമെൻ എടുക്കുന്നു. അതിലേതെങ്കിലും ഓരോ എണ്ണത്തിനെ ഓതർ എന്ത് ചെയ്യും, ഹോളോ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യും. ആ ഹോളോ ടൈപ്പ് ആയിട്ട് സെലക്ട് ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇപ്പോൾ 2 സ്പെസിമെൻ ഉണ്ടാവും, ഫ്ലവർ ഉള്ള സ്പെസിമെനും ഫ്ലവർ ഇല്ലാത്ത സ്പെസിമെൻ. അതിൽ ഒരെണ്ണം എന്ത് ചെയ്യും, നമ്മൾ ഓതർ ഹോളോ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യും. അതിലുള്ള മറ്റേ സ്പെസിമെനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, പാരാടൈപ്പ് എന്നുള്ളത്. ഇനി അടുത്തത് വരുന്നതാണ് എന്ത്, സിൻ ടൈപ്പ്. സിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോളോ ടൈപ്പ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഹോളോ ടൈപ്പ് സെലക്ട് ചെയ്യാത്ത സമയത്ത് ഉള്ള രണ്ടോ അതിലധികമോ സ്പെസിമെനിൽ ഒരെണ്ണമാണ് എന്ത്, സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ടൈപ്പായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെയാണ് നമ്മൾ സിൻ ടൈപ്പ് എന്ന് പറയുക. അതായത് ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്പെസിമെനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, അതാണ് എന്ത്, സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ഓതർ സൈറ്റ് ചെയ്ത്, അതായത് ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ്
ചെയ്യാത്ത സമയത്ത് ഓതർ സൈറ്റ് ചെയ്തിട്ടുള്ള രണ്ടോ അതിലധികമോ സ്പെസിമെനിലെ ഒരെണ്ണത്തിനെ പറയുന്ന പേരാണെന്ത്? സിൻ ടൈപ്പ്. അതായത് ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്യാത്ത സമയത്ത് ഓതർ സൈറ്റ് ചെയ്തിട്ടുള്ള രണ്ടോ അതിലധികമോ സ്പെസിമെൻസിലെ ഏതെങ്കിലും ഒരു സ്പെസിമെനെ പറയുന്ന പേരാണെന്ത്? അതിലെ ഒരു സ്പെസിമെനെ പറയുന്ന പേരാണെന്ത്? സിൻ ടൈപ്പ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഓതർ സൈറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, ഒരു ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഓതർ സൈറ്റ് ചെയ്തിട്ടുള്ള രണ്ടോ അതിലധികമോ സ്പെസിമെൻസിലെ ഒരു സ്പെസിമെനെ പറയുന്ന പേരാണ് എന്ത്? സിൻ ടൈപ്പ് എന്നുള്ളത്. ഇനി അടുത്ത വരുന്നതാണ് ലെക്ടോ ടൈപ്പ്. ലെക്ടോ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ഒറിജിനലായിട്ടുള്ള നമ്മൾ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ നടത്തിയിട്ടുള്ള ആ ഒരു നോമൻക്ലേച്ചർ ടൈപ്പ്, അതായത് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, പബ്ലിക്കേഷൻ്റെ സമയത്ത് ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹോളോ ടൈപ്പ് മിസ്സാവുന്ന സമയത്ത് നമ്മളെടുത്തുള്ള ആ ഒരു ഒറിജിനൽ മെറ്റീരിയലിൻ്റെ ഒരു സ്പെസിമെനെ പറയുന്ന പേരാണെന്ത്? ലെക്ടോ ടൈപ്പ്. അതായത് നമ്മളിപ്പോൾ പബ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ല, അതായത് മിസ്സായി അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് ആ ഒരു ഒറിജിനൽ മെറ്റീരിയലിനെ നമ്മൾ എന്താണ് നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് സെർവ് ചെയ്യുന്ന ആ ഒരു ഒറിജിനൽ മെറ്റീരിയൽ സ്പെസിമെനെയാണ് നമ്മൾ എന്ത് പറയുക? ഒറിജിനൽ മെറ്റീരിയലിലുള്ള ഒരു സ്പെസിമെനാണ് അതെന്താണ് നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് ആക്ട് ചെയ്യും. ഏത് സമയത്ത്? അതായത് ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പബ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ പബ്ലിക്കേഷൻ്റെ സമയത്ത് ഈ ഒരു ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള ആ ഒരു സ്പെസിമെനെ പറയുന്ന പേരാണെന്ത്? ലെക്ടോ ടൈപ്പ്. ആ ഒരു ഒറിജിനൽ മെറ്റീരിയലിലുള്ള സ്പെസിമെനെ പറയുന്ന പേരാണ് ലെക്ടോ ടൈപ്പ് എന്നുള്ളത്. ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ് സിൻ ടൈപ്പിൽ ഒരെണ്ണമായിരിക്കും ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. എന്താ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ പബ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് എന്താണ് ടൈപ്പായിട്ട് സെലക്ട് ചെയ്യുക, അതായത് നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ലെക്ടോ ടൈപ്പ് എന്ന് പറയുക. അതിൽ ഹോളോ ടൈപ്പ് ഒന്നെങ്കിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയിപ്പോയതിൻ്റെ ആണ് എന്ത്? ഹോളോ ടൈപ്പ് അല്ലെങ്കിൽ ഹോളോ ടൈപ്പ് ഒന്നെങ്കിൽ എന്താണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ സമയത്ത് എന്താണ് സിൻ ടൈപ്സിൽ നിന്ന് എന്താണ് ഓതർ ലെക്ടോ ടൈപ്പിനെ സെലക്ട് ചെയ്യും, അതായത് നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് ആ ഒരു ഒറിജിനൽ മെറ്റീരിയലിൽ സ്പെസിമെനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് എന്ത്? ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെങ്കിൽ, മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിൻ ടൈപ്പിൽ നിന്ന് ഒരു എന്താണ് സിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ഉണ്ടായിരിക്കും, സൈറ്റ് ചെയ്തിട്ടുള്ളതുണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ എന്തായാലും ലെക്ടോ ടൈപ്പായിട്ട് സെലക്ട് ചെയ്യും. നോമൻക്ലേച്ചർ ടൈപ്പ് പബ്ലിക്കേഷൻ്റെ സമയത്ത് നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് ആക്ട് ചെയ്യുന്ന സെർവ് ചെയ്യുന്ന ആ ഒരു സ്പെസിമെനെ പറയുന്ന പേരാണ് എന്താ? ലെക്ടോ ടൈപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈപ്പിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസുകൾ കമ്പയർ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് ഹോളോ ടൈപ്പ്, എന്താണ് ഐസോ ടൈപ്പ്, ഹോളോ ടൈപ്പ് ഐസോ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പാരാ ടൈപ്പും സിൻ ടൈപ്പും ഉള്ള വ്യത്യാസം എന്താണ്, ലെക്ടോ ടൈപ്പും സിൻ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. സിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഓതർ ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഹോളോ ടൈപ്പ് ഇല്ലാത്ത സമയത്ത് ഓതർ സൈറ്റ് ചെയ്തിട്ടുള്ള രണ്ടോ അതിലധികമോ ഉള്ള സ്പെസിമെനിൽ ഒരെണ്ണമാണ് എന്ത്? സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ലെക്ടോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് പബ്ലിക്കേഷൻ്റെ സമയത്ത് ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഹോളോ ടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഹോളോ ടൈപ്പ് മിസ്സായിരിക്കുന്ന ആ ഒരു സമയത്തുള്ള എന്താണ് സിൻ ടൈപ്പ് എന്ന് ചൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സിൻ ടൈപ്സ് ഉണ്ടാവും, അതിൽ ഒരെണ്ണത്തിന് എന്താണ് നോമൻക്ലേച്ചർ ടൈപ്പായിട്ട് ചൂസ് ചെയ്യും, അതിനെയാണ് നമ്മൾ ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഡിഫറൻസും കാര്യങ്ങളും എഴുതാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, എന്തായാലും നോക്കിയിട്ട് പോവാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം.